സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ്. സ്വർഗത്തെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിവിധ ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ പ്രതിഫലം എന്നതാണ്. അമലാണ് സ്വർഗം നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ അമലുകളിൽ മുഴുകുക എന്നത് സ്വർഗം ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പക്ഷെ ആ അമലുകളിൽ മുഴുകുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായി അതിനെ 4-5 വിഭാഗങ്ങളായി നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഒന്ന്, ഇഖ്ലാസോടുകൂടി അമല് ചെയ്യുക എന്നതാണ്. ഇഖ്ലാസ് എന്ന പദം നമുക്ക് സുപരിചിതമാണ്. ഖലസ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുക എന്നാണ്. ഇന്ന ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഅൽ ലിശാരിബിൻ. മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞിടത്തോളം പറഞ്ഞു, അവയിലെ രക്തത്തിന്റെയും വൈക്കോൽ ചണ്ടിയുടെയും ഇടയിലൂടെ നിങ്ങൾക്ക് ലബനൻ ഖാലിസൻ ശുദ്ധമായ പാല് ലഭിക്കുന്നു എന്നാണ്. വൈക്കോൽ ചണ്ടിയുമായും രക്തവുമായും കലരാതെ ഈ 2 മാലിന്യങ്ങൾക്കിടയിലൂടെയാണ് ശുദ്ധമായ പാല് മനുഷ്യർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ച പദം ഖാലിസ് എന്നതാണ്, അഥവാ മറ്റു മാലിന്യങ്ങളുമായി ചേരാതെ വേർതിരിഞ്ഞു നിൽക്കുക എന്നതാണ്. അമലുകൾ ചെയ്യുമ്പോൾ നിഫാഖ് വരാതെ, റിയാവ് വരാതെ, കുഫ്ർ വരാതെ, ശിർക്ക് വരാതെ, അത്തരത്തിലുള്ള സകല മാലിന്യങ്ങളിൽ നിന്നും സുരക്ഷിതമായി അമല് ചെയ്യുക എന്നതാണ് ഇഖ്ലാസ്. അങ്ങനെയുള്ള ഇഖ്ലാസുള്ള അടിമകളുടെ പ്രത്യേകത, ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ അതിന് വിസമ്മതിച്ച ഇബ്ലീസ്, അവനെ നീ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അഗ്നി കൊണ്ടാണ് എന്ന് പറഞ്ഞ് അന ഖൈറും മിൻഹു, ആദമിനേക്കാൾ ഉത്തമൻ ഞാനാണ് എന്ന് പറഞ്ഞ ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ സംവാദം നടത്തിയ ഇബ്ലീസ് പ്രഖ്യാപിച്ചത് തീർച്ചയായും ലഅഖഉദന്ന ലഹു സിറാത്തൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തടയാൻ വേണ്ടി ഞാൻ വഴി മുടക്കിയിരിക്കുന്നതാണ്. കഅദ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതാണ്, മക്കഴത് ബെഞ്ച്. വഴി മുടക്കിയിരിക്കുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിൽ നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നോ പരിശ്രമിക്കുന്നോ അവിടെയൊക്കെ വഴി മുടക്കും എന്നതാണ്. പക്ഷെ അത് പറഞ്ഞിടത്ത് ഒരു വാക്കുകൂടി പ്രയോഗിച്ചു, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ ആത്മാർത്ഥതയുള്ള അടിമകളെ ഒഴികെ. ഇഖ്ലാസ് ഉണ്ടാവുക എന്നതാണ് ഇബ്ലീസിനെ അകറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാവുക, സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാവുക എന്നത് അമലുകളിലെ ഏറ്റവും അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ അമല് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നത്, ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഇബ്ലീസ് വഴി മാറി നടക്കും എന്നതാണ്. പിശാചിന് സ്വാധീനിക്കാൻ സാധ്യമാകാത്ത ആ വിധത്തിൽ മുഖ്ലിസായിരിക്കുക എന്നർത്ഥം. അങ്ങനെ അമല് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയുണ്ട്. വിശുദ്ധ ഖുർആൻ ചില ആയത്തുകളുടെ അവതരണത്തിന്റെ കാരണമായി ആ ഇഖ്ലാസിനെ എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോ എപ്പോഴും ഓതിപ്പോകാറുള്ള ഖുർആനിലെ അതിപ്രധാനമായ അധ്യായങ്ങളിലൊന്നായ സൂറത്ത് ബഖറയിലെ 207-ാമത്തെ ആയത്ത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ 207-ാമത്തെ ആയത്തിനൊരു സബബുൻ നുസൂലുണ്ട്. ഒരു മനുഷ്യന്റെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടതാണ്. ഇറാഖിൽ ജീവിച്ചിരുന്ന, അടിമയായി ജീവിച്ചിരുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ, സുഹൈബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റോമാ സൈന്യം ഇറാഖ് കീഴടക്കിയപ്പോ അദ്ദേഹത്തെ അടിമയായി പിടികൂടുകയാണ്. ആ റോമാ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടുകൊണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹം മക്കയിലെത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടത് സുഹൈബ് റൂമി എന്നാണ്. തഫ്സീറുകളിൽ അങ്ങനെ തന്നെ ആ പേര് സൂചിപ്പിക്കുന്നത്. സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിലെത്തി ചോരനീരാക്കി അധ്വാനിക്കുന്ന അധ്വാനപ്രിയനാണ്. കഠിനമായി ജോലി ചെയ്ത് അല്പമൊക്കെ സമ്പത്ത് സ്വായത്തമാക്കിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് ആരംഭിക്കുന്നത്. ആദിമഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അള്ളാഹുവിന്റെ കൽപ്പന വന്നു വിശ്വാസികൾക്ക് ഹിജ്റക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ മദീനയിലേക്ക് ഇങ്ങനെ ഓരോരുത്തരാക്കി യാത്ര അയക്കുകയാണ്. ആ സമയത്ത് മദീന ഹിജ്റ ആഗ്രഹിച്ച സുഹൈബ് റൂമി തന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കയ്യിലെടുത്തിട്ട് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയാണ്. ആ സമയത്ത് ശത്രുക്കൾ വന്നു, ഖുറൈശി പ്രമുഖർ വന്ന് തടഞ്ഞു വെച്ചു. പറ്റില്ല, വെറും കൈയോടുകൂടി ഞങ്ങളുടെ നാട്ടിൽ വന്നവരാണ് താങ്കൾ. ഈ കയ്യിലിരിക്കുന്ന സമ്പത്ത് മുഴുവൻ ഞങ്ങളുടെ മക്കയിൽ വെച്ചുണ്ടാക്കിയതാണ്, കടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു.
അദ്ദേഹം ചോദിച്ചു, ഈ സമ്പത്താണോ പ്രശ്നം? ഞാൻ പൂതൽ വിരോധമല്ലേ, നിനക്ക് വേണമെങ്കിൽ പോകാം, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്ത് 500 നാഴികൾക്ക് അകലെയുള്ള മദീനയിലേക്ക് തന്റെ വില പിടിച്ച സമ്പത്ത് മുഴുവൻ മക്കയുടെ മണ്ണിൽ വിട്ടേച്ചുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെടുകയാണ്. ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. റസൂലുള്ളാഹി പ്രതികരിച്ചു, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്, സുഹൈബ് ലാഭം നേടി, സുഹൈബ് ലാഭം നേടി. അർശുടേവനായ റബ്ബ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചു. സൂറത്ത് ബഖറയിലെ 207-ാമത്തെ ആയത്തുമായിട്ട്. എന്താണ് ആയത്ത്? വമിനന്നാസ് മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. സുബ്ഹാനല്ലാഹ്. ഒരു സാധുവായ മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹ് ഇറക്കിയ ആയത്താണ്. ഇന്നും ഞാനും നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്. വമിനന്നാസ്, മനുഷ്യരിൽ ചില ആളുകൾ, എന്താണ് അവരുടെ പ്രത്യേകത? മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വരെ വിൽക്കാൻ തയ്യാറാകുന്ന ചില മനുഷ്യന്മാരുണ്ട്. വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അള്ളാഹു തന്റെ അടിമകളോട് അങ്ങേയറ്റം അലിവുള്ളവനാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു എന്ന സാധുവായ മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹ് ഇറക്കിയ ആയത്ത് ഞാനും നിങ്ങളും ഇന്നും ഓതിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യന്റെ ഇഖ്ലാസിന് അള്ളാഹു നൽകിയ അംഗീകാരമാണ്. ഇമാം നസായി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വിഷയമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ സ്വഹാബി ശദ്ദാദ് ഇബ്നുൽ ഹാദി റളിയല്ലാഹു അൻഹു പറയാം, അന്ന റജുലൻ മിനൽ അഅറാബ് ജാ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഅറാബികളിൽപ്പെട്ട ഒരു സാധുവായ മനുഷ്യൻ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. ഫആമന ബിഹി വത്തബഅ, അല്ലാഹുവിന്റെ റസൂൽ വിശ്വസിച്ചു, റസൂലിന്റെ അനുയായിയായി മാറി. അങ്ങനെ പിന്നീട് ഹിജ്റയുടെ സന്ദർഭം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഹാജിർ മഅ, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അങ്ങയുടെ കൂടെ ഹിജ്റ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കൂടെ അദ്ദേഹം ഹിജ്റ ചെയ്തു, മദീനയിലെത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയിച്ചു. ഗനീമത്ത് സ്വത്ത് വലിയ അളവിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ഈ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ വീതിച്ചു കൊടുത്ത് ചോദിച്ചു, എവിടെ പോയി അദ്ദേഹം, ആ സാധുവായ അഅറാബി? അപ്പൊ സഹാബികൾ പറഞ്ഞു, അദ്ദേഹം സൈന്യത്തിന്റെ കാലുകളെ മേക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിഹിതം നീക്കി വെച്ചിട്ട് പറഞ്ഞു, വന്നാൽ കൊടുക്കണം. അല്പം കഴിഞ്ഞ് അദ്ദേഹം വന്നു. സഹാബികൾ റസൂൽ ഏൽപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ വിഹിതം, സമ്പത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കാണ്, എന്താണിത് മഹാദ? സഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് വേണ്ടി വീതം വെച്ചതാണിത്, അതുകൊണ്ട് താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതുമായിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടുകയാണ്. ഇത് പറഞ്ഞു, മാ അലാ ഹാദാ ഇത്തബഅതുക, അള്ളാഹുവിന്റെ റസൂലെ, ഇത് കൊതിച്ചിട്ടല്ല, ഈ പണം കൊതിച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ അനുയായിയായി തീർന്നത്. വലാകിന്നി ഇത്തബഅതുക അലാ അൻ ഉർനാ ഇലാ ഹാഹുനാ വഅശറ ഇലാ ഹൽഖി, തൊണ്ടയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു അമ്പ് തറച്ചിട്ട് മരിക്കണം എനിക്ക്. അങ്ങനെ എന്റെ ഈ തൊണ്ടയിൽ ഇവിടെ ഒരു അമ്പ് തറച്ച് എനിക്ക് മരിച്ചു സ്വർഗം നേടാൻ, അത് മാത്രം ആഗ്രഹം, അല്ലാതെ ഈ പണം കണ്ടിട്ട് വന്നതല്ല, ഞാൻ അങ്ങയുടെ കൂടെ കൂടിയതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ്, നീ സത്യമാണ് പറയുന്നതെങ്കിൽ അള്ളാഹു നിന്നോട് സത്യം ചെയ്യും. അഥവാ നീ പറഞ്ഞ വാക്ക് സത്യസന്ധമാണെങ്കിൽ റബ്ബ് നിന്നോടുള്ള സമീപനത്തിലും സത്യസന്ധത കാണിക്കും. അല്പകാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു യുദ്ധം വന്നു. ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതാ സഹാബത്ത് ഒരാളെ താങ്ങിയെടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് സഹാബത്ത് വന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയപ്പോ ആ മനുഷ്യന്റെ പണ്ട് തന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഇവിടെ അമ്പ് തറച്ച് മരിക്കണം എന്ന് പറഞ്ഞ ആ സഹാബി തന്നെയാണ്. റസൂലുള്ള സഹാബത്തിനോട് ചോദിച്ചു ഉറപ്പുവരുത്താണ്, അയാളല്ല ഇത് എന്ന് ചോദിച്ചു. സഹാബത്ത് റസൂലിനോട് പറഞ്ഞ അതേ പ്രവാചകൻ. അപ്പോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്ക് റസൂൽ ആവർത്തിച്ചു, അവൻ അള്ളാഹിനെ സത്യപ്പെടുത്തി, തിരിച്ചല്ലാഹും അവനോട് സത്യം കാണിച്ചു. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം ജുബ്ബയിലാണ് ആ മനുഷ്യനെ കഫൻ ചെയ്തത്. പിന്നീട് അദ്ദേഹത്തെ മുന്നിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാണ്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഹാദാ അബ്ദുക, അല്ലാഹുവേ നിന്റെ അടിമയാണ്, ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ മുഹാജിറായി ഹിജ്റ നടത്തി വന്നിട്ടുള്ള അടിമയാണ്. ഷഹീദായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അന ഷഹീദുൻ അലാ ദാലിക്,
ഞാൻ അതിന് സാക്ഷ്യമാണ് എന്ന് പറഞ്ഞ ആ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുക. ഇഖ്ലാസ് എന്താണ് ആഗ്രഹിച്ചത്? ഇവിടെ അമ്പ് തറച്ചിട്ട് ഷഹീദാകണം, സ്വർഗം കിട്ടണം. അത് അള്ളാഹ് അങ്ങനെ തന്നെ സാധിപ്പിച്ചു കൊടുക്കും. സഹോദരങ്ങളെ, റബ്ബിന്റെ മുമ്പിൽ നാം അനുഷ്ഠിക്കുന്ന ആരാധനകൾ, സൽക്കർമ്മങ്ങൾ ഇഖ്ലാസോടു കൂടിയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരുമെന്നാണ്. സമ്പത്ത് കയ്യിലില്ല, പക്ഷെ മനസ്സിൽ കൊതിയുണ്ട്, ഒന്ന് ഹജ്ജിന് പോകണം, ഉംറ ചെയ്യണം. മരണത്തിന് മുമ്പ് അള്ളാഹു ഇതിനുള്ള വഴി നമുക്ക് ഉണ്ടാക്കി തരും. ജീവിതത്തിൽ എന്ത് നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മൾ ആഗ്രഹിച്ചുവോ, മരണത്തിന് മുമ്പ് റഹ്മാനായ റബ്ബ് സാധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. നീ റബ്ബിനോട് സത്യസന്ധത കാണിച്ചാൽ നിന്റെ കാര്യത്തിൽ അള്ളാഹു സത്യസന്ധത കാണിക്കുക. അമലിലെ ഒന്നാമത്തെ വിഭാഗം അതാണ്. ആ വിഭാഗത്തിൽ ഉൾപ്പെടാനാകണം എന്റെയും നിങ്ങളുടെയും ശ്രമം. റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി അമല് ചെയ്യാം. അള്ളാഹു എന്നെ തൃപ്തിപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടി ഇഖ്ലാസ് മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, ദുആകൾ, അദ്കാറുകളിൽ മുഴുകുക എന്നത്. രണ്ടാമത്തെ വിഭാഗം, ഒരുപാട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കും, വിശ്രമല്ല. പല രാത്രി ഉറക്കളച്ച അധ്വാനാണ് ഇത്. 101 റക്അത്ത് നിസ്കാരം, 1001 തസ്ബീഹ്, പല നിലക്കുള്ള ആണ്ടറുതികൾ, ആഘോഷങ്ങൾ, അതിനുവേണ്ടി പണം ചെലവഴിക്കൽ, ആടിനെ പോത്തിനെ കറക്കൽ, വലിയ സമ്പത്തും അധ്വാനവും ഒക്കെ. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് കൗഫിൽ 103, 104 ആയത്തുകളിലൂടെ ചോദിക്കുന്നു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന വല്ല സഈഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുസിഊന സുൻആ. പറയുക പ്രവാചകരെ, ഒരു വിഭാഗം ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ പാഴായി പോയ ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഈ ദുനിയാവിൽ അവരുടെ അധ്വാനങ്ങൾ നിഷ്ഫലമായി വഴിപിഴച്ചുപോയി. പക്ഷേ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ നല്ലതാണെന്നാണ് അവർ വിചാരിക്കുന്നത്, കൂലി കിട്ടുന്നതാണ്. എല്ലാത്തിനും പറയുന്ന ന്യായം എന്താ? നല്ലതാണെന്ന്. അത് നല്ലതല്ലേ? ദിക്ർ നല്ലതല്ലേ? സ്വലാത്ത് നല്ലതല്ലേ? ദുആ നല്ലതല്ലേ? എല്ലാം നല്ലതല്ലേ എന്നത്. പക്ഷേ ഖുർആനിൽ മാതൃകയില്ല, സുന്നത്തിൽ മാതൃകയില്ല. ബിദ്അത്തുകളാണ് ചെയ്തു കൂട്ടുന്നത്. അത്തരം ആളുകൾ മഹ്ശറിലേക്ക് വരുന്ന സന്ദർഭം ഏതൊരു മുഅ്മിനും ആഗ്രഹിക്കുന്ന ഹൗലുൽ കൗസർ, അതിന്റെ ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സംഘം ആളുകൾ എന്റെ മുന്നിലേക്ക് വരും, യഅരിഫൂനനി വഅരിഫു, അവർക്ക് എന്നെയും പരിചയമുണ്ട്, എനിക്ക് അവരെയും പരിചയമുണ്ട്, അഥവാ എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. പക്ഷേ സുമ്മ യുഹാലു ബൈനി വബൈന, ഞാൻ അവർക്ക് ഹൗലുൽ കൗസർ മുക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെയും അവരുടെയും ഇടയിൽ മറയിടപ്പെടും. ഫഖൂൽ ഇന്നഹും മിന്നി, ഞാൻ അല്ലാഹുവോട് പറയും എന്റെ ആൾക്കാരാണ്, വരട്ടെ അവർ മുന്നോട്ട്. പക്ഷേ അല്ലാഹു പറയും അഹ്ദസൂ ബഅദക, താങ്കൾക്കറിയില്ലേ പ്രവാചകരെ, താങ്കളുടെ കാലശേഷം പുതിയത് ചെയ്തു കൂട്ടിയവരാണ്, പുത്തൻവാദികളാണ് അവർ, പുതിയ കാര്യങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടിയവരാണ് അവർ. ഫഅഖൂൽ സുഹ്ഖൻ സുഹ്ഖ ലിമൻ ഗൈറ ബഅദി, അപ്പൊ ഞാൻ പറയും ആട്ടിയകറ്റും പോയിനടാന്ന് പറഞ്ഞിട്ട് എന്റെ കാലശേഷം ആരാണ് പുതിയത് കൊണ്ടുവന്നത്? അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം വിനിയോഗിച്ചിട്ടുണ്ട്, പണം ചിലവഴിച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്തത് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കാര്യമല്ല. അത്തരക്കാരുടെ അമലുകൾ നഷ്ടത്തിലാണ് എന്നാണ് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. രണ്ടാമത്തെ ഈ വിഭാഗം പരമനഷ്ടത്തിന്റെ ആളുകളാണ്. മൂന്നാമത്തെ മറ്റൊരു വിഭാഗം അമലുകൾ ഏറെ ചെയ്തു കൂട്ടുന്ന ആളുകളാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇബ്നു മാജാ റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തുന യൗമൽ ഖിയാമ ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാം. മദീനയിൽ ഉയർന്നു നിൽക്കുന്ന ബൈളാ, ആ വെളുത്ത മല, ആ തിഹാമ മലയെ ചൂണ്ടിക്കാണിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മലയോളം സൽക്കർമ്മങ്ങളുമായി നാളെ മഹ്ശറിൽ വരുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഫയജഅലുല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ, അല്ലാഹു എന്ത് ചെയ്യും? അതൊക്കെ പൊടിച്ച് ധൂളികളാക്കി പറപ്പിച്ചു കളയും. വലിയ കുന്നോളം അമലിന്റെ സമ്പാദ്യമായിട്ടാണ് വന്നത്, പക്ഷെ അല്ലാഹു എല്ലാം തകർത്ത് പൊടിച്ചു കളയും. കേട്ടപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു ബേജാറായി. ഖാല സൗബാൻ യാ റസൂലല്ലാഹ് സിഫും ലനാ ജല്ലിഹിം ലനാ, ആരാണ് അവര്? ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് പറഞ്ഞു തരും, ഒന്ന് വിശദീകരിച്ചു തരും. ആരാണ് ഹതഭാഗ്യം? എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്? അല്ലാ നകുന മിൻഹും വനഹ്നു ലാ നഅലം, ഞങ്ങൾക്ക് അറിയില്ലല്ലോ അവരാരാണ്, അവരിൽ ഞങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ നഷ്ടക്കാരെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും, നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് അവര്, നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് അവർ. നിങ്ങൾ ചെയ്യുന്ന പോലെ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചിരുന്നവരാണ്,
രാത്രി മുഴുവൻ ഇബാദത്തിൽ മുഴുകിയവരാണ് അവര്. പക്ഷെ എന്താ കുഴപ്പം? എവിടെയാ തകരാറ് പറ്റിയത്? മറ്റു ചില റിവായത്തിൽ എന്നാണ് വന്നിട്ടുള്ളത്. ഒറ്റക്കിരിക്കുമ്പോൾ ഒരു ഹറാം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ അതിലേക്ക് ചാടി വരും. കൂടെ ജനങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തഖ്വ കാണിക്കാൻ എളുപ്പമാണ്. പക്ഷെ സ്വകാര്യ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ ഹറാമിനുള്ള ചാൻസ് കിട്ടിയാൽ അതിലേക്ക് എടുത്തു ചാടും. പകല് മുഴുവൻ ചൂടുള്ള കാലത്ത് നോമ്പ് നോറ്റിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് നീണ്ട ദുആയിൽ പങ്കെടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ കയ്യിലെടുത്തു. ഏതോ ഒരു നല്ല പ്രസംഗം ഒരു സുഹൃത്ത് അയച്ചിട്ട് കേൾക്കാൻ വേണ്ടി അത് കേട്ട കൂട്ടനെ ചാടി വീണ് അടുത്തത് ഏത് വൃത്തികെട്ട രംഗം, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്കാക്കി. അത് കണ്ടു, അത് കണ്ടപ്പോ അടുത്തേക്ക് പോയി. നേരത്തെ എല്ലാ ഇബാദത്തും അതിന്റെ തഖ്വയൊക്കെ മറന്നുപോയി. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഹറാമിന്റെ സന്ദർഭം മുന്നിൽ വന്നപ്പോ അതിലേക്ക് എടുത്തു ചാടി. നന്മകൾ മുഴുവൻ നഷ്ടപ്പെടും. തിഹാമ മലയോളം അമലുമായി വന്നാലും അള്ളാഹു അമലുകളെ തകർത്തുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഷ്ടക്കാരായ വിഭാഗമാണ് നാലാമത്തെ വിഭാഗം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഏതൊരു വിശ്വാസിയും അള്ളാഹുവിന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നതാണ്, അതിനുവേണ്ടി അമല് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് ലഭിക്കുക എന്നത്. ഈ തൗഫീഖ് വളരെ പ്രധാനമാണ്. പ്രാർത്ഥിക്കണമെങ്കിൽ പോലും അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് ഉണ്ടാക്കണം. തൗഫീഖ് ഉണ്ടെങ്കിലേ അമല് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് മഹാനായ ശുഐബ് അലൈഹിസ്സലാം പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. എനിക്കുള്ള തൗഫീഖ് ഒക്കെ അള്ളാഹുവിൽ നിന്നാണ്. ഞാൻ അവനിൽ ഭരമേൽപ്പിക്കുന്നു, അവനിലേക്ക് കേൾപ്പിച്ചു മടങ്ങുന്നു. തൗഫീഖ് റബ്ബിൽ നിന്ന് മാത്രം. ആ തൗഫീഖ് ഉണ്ടെങ്കിലേ അമൽ ചെയ്യാൻ കഴിയും. റമദാൻ മാസത്തിന് മുമ്പ് ഈ റമദാൻ മുഴുവൻ ഉപയോഗപ്പെടുന്നെന്ന് ആഗ്രഹിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ അവരിൽ പലരും ഇപ്പോ അച്ചാറിന്റെ മുമ്പിൽ, ഉപ്പിലിട്ടതിന്റെ മുന്നിൽ, ആ ഭരണിക്ക് മുന്നിലപ്പോൾ ഇശാന് ചിലപ്പോൾ ഈ പള്ളിയിൽ ഉണ്ടാകും. പക്ഷേ അവസാനത്തെ നമസ്കാരം വരെ നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നഷ്ടപ്പെട്ടു. ആ തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്, പലയിടത്തേക്കും പോവുകയാണ്. ഈ ഇരിക്കുന്ന നമ്മിൽപ്പെട്ട ആളുകൾ തന്നെ അവസാന ദിനം വരെയും അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഈ തൗഫീഖ് റബ്ബിൽ നിന്ന് കിട്ടൽ വളരെ പ്രധാനമാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ആ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് കൂടി റബ്ബിൽ നിന്നുണ്ടാകും. നമുക്ക് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടാവും നമ്മുടെ നാട്ടിൽ, നല്ല സമ്പന്നരായി ജീവിച്ച. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഹജ്ജ് ചെയ്യാൻ മൂപ്പർക്ക് ഭാഗ്യമുണ്ടായില്ല. മൂപ്പര് മരിച്ച ശേഷം ഭാര്യ ഹജ്ജിന് പോയി. മൂപ്പര് ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏക്കറക്കണക്കിന് സ്വത്തുണ്ടായി. എന്നാൽ അയാളുടെ അയൽവാസി ഉണ്ടാവും, കൂനൂർ ഏതോ ഒരു കടയിൽ കൂലിപ്പണി എടുക്കുന്ന ജോലി ചെയ്യുന്ന ഒരാൾ, കഷ്ടപ്പെട്ട മക്കളെ പഠിപ്പിച്ചതും പോറ്റിയ വീടുണ്ടാക്കിയതൊക്കെ. പക്ഷെ വാർദ്ധക്യത്തിലെത്തിയപ്പോ കൂട്ടത്തിൽ ഏതോ ഒരു മകൻ ഒന്ന് വിദേശത്ത് പോയി നല്ല അവസ്ഥയിലേക്ക് എത്തി. മകൻ തീരുമാനിച്ചു ബാപ്പാന്റെ മുന്നിൽ ഒന്ന് ഹജ്ജിന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ മൂപ്പര് തന്നെ തീരുമാനിച്ചു 10 സെന്റല്ലേ മക്കൾക്ക് അത്യാവശ്യം ജീവിക്കാനുണ്ട്, ആ വെറുവരന്റെ ബാക്ക് കൂടി ആ കുപ്പയെ കൂടി 3 സെന്റ് പുറത്തു കൊടുക്കുക, എന്തിനതൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു ഹജ്ജ് ചെയ്യുക. അങ്ങനെ ആള് ഹജ്ജിന് പോയത്. 10 ഏക്കറുള്ള മനുഷ്യൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല, 10 സെന്റിന്റെ ഉടമ ഹജ്ജ് ചെയ്ത് ശുദ്ധനായിട്ടായിരിക്കും ചിലപ്പോ മരണം വരിച്ചു. അതിനാണ് തൗഫീഖ് എന്ന് പറയുന്നത്. അമലുകൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ റബ്ബിൽ നിന്നുള്ള തൗഫീഖ് കൂടി ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ താബികളിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയാണ്, ഷെയ്ഖ് എന്റെ വലിയൊരു ആഗ്രഹം തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്. എനിക്ക് വലിയ ഇഷ്ടമാണത്. ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോ തഹജ്ജുദിന് wudu ചെയ്യാനുള്ള വെള്ളം വരെ ഇട്ടു വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുക. പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല, ശരീരം ഉയരുന്നില്ല, കിടക്കപ്പായി സാധിക്കുന്നില്ല. മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ള അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, സഹോദര നിന്റെ തിന്മകളാണ് നിനക്കതിന് തടസ്സം വരുന്നത്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ, തിന്മകൾ അമല് ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തുന്നു. നോമ്പ് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കും എനിക്ക് രാത്രി നിസ്കരിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ നിയ്യത്ത് വെച്ചിട്ടുണ്ടാകും, മൊബൈൽ വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അലാറം വെച്ചിട്ടുണ്ടാവും. പക്ഷെ എഴുന്നേൽക്കാൻ കഴിയില്ല ചിലപ്പോൾ. കാരണം എന്താ? ഉറങ്ങാൻ പോകുമ്പോൾ 2 ചെവിയിലും ഈ വയറ് വെച്ചിട്ട് യൂട്യൂബിലെ ഹറാമിന്റെ പാട്ട് കേട്ടാണ് നമ്മൾ കിടന്നതെങ്കിൽ ആ തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടും. ഹറാമിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റയിലുള്ളത് കണ്ട് ആസ്വദിച്ചാണ് നമ്മൾ ഉറങ്ങാൻ കിടന്നതെങ്കിൽ തഹജ്ജുദ് പോയിട്ട് സുബീക്ക് വരെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചോളുന്നില്ല. ജീവിതത്തിൽ ചെയ്യുന്ന ഹറാമുകൾ അമലു സ്വാലിഹാത്ത് ചെയ്യുന്നതിൽ തടസ്സമാകുമെന്നാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അവിടെ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമല. അല്ലാഹു തന്റെ ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവനെ പ്രയോജനപ്പെടുത്തും. എന്ത്? അല്ലാഹു ഒരു അടിമക്ക് ഖൈർ ചെയ്യാൻ, നന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു ആ അടിമയെ ഉപയോഗപ്പെടുത്തും. ഫഖീൽ, ഇത് പറഞ്ഞപ്പോ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് അല്ലാഹു ഒരു അടിമയെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്, അതെങ്ങനെയാ നടക്കുക? അപ്പൊ ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണത്തിനു മുമ്പ് അല്ലാഹു അവന് സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അത് അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അവനെ ഉപയോഗപ്പെടുത്തുന്ന രീതി അങ്ങനെ, അവനിലൂടെ നന്മ അങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കും. അമലു സ്വാലിഹാത്തുള്ള അവസരങ്ങൾ അവന്റെ മുമ്പിൽ അങ്ങനെ തുറന്നു വരും. അത് പണമല്ല മാനദണ്ഡം, ജനിച്ച കുലമല്ല മാനദണ്ഡം, റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസമാണ്, ഇഖ്ലാസാണ്. അതുള്ള ഒരു അടിമക്ക് ജീവിതത്തിൽ തന്നെ മുന്നിൽ അള്ളാഹു അവസരങ്ങൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കും, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും. ആ തൗഫീഖിന് വേണ്ടിയാകണം റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത്. അവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, നമ്മുടെ സമ്പാദ്യത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഹറാമിന്റെ സമ്പാദ്യങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഏത് ഇബാദത്തുകൾ ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. എപ്പോഴും യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ റബ്ബേ റബ്ബേ എന്ന് പറയുന്നുണ്ട്, പക്ഷേ വതഅമു ഹറാം വമൽബസു ഹറാം വമശ്റബു ഹറാം വമൽബസു ഹറാം വഉദിയ ബിൽ ഹറാം. ഭക്ഷണ ഹറാമാണ്, പാനീയ ഹറാമാണ്, വസ്ത്ര ഹറാമാണ്, ഹറാമിലാകെ കുളിച്ചാണ്, ഹറാമിലാകെ മുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? അതുകൊണ്ട് തൗഫീഖ് റബ്ബിൽ നിന്ന് ലഭിക്കണമെങ്കിൽ, പ്രാർത്ഥനക്കുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ സമ്പാദ്യം ഹലാലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഹറാമുകൾ കലർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ദുരന്തം വളരെ വലുതായി. നമ്മൾ ഓതി പോകാറുള്ളതാണ് സൂറത്ത് കൗഫിലുള്ള ആയത്ത്. എല്ലാ വെള്ളിയാഴ്ചയും ഒരുപാട് പാഠങ്ങൾ ഓരോ ആയത്തിൽ അന്ന് പഠിപ്പിക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമും ഖിദ്ർ അലൈഹി ഇസ്ലാമും തമ്മിലുള്ള സംഭവം അവിടെ ഒരുപാട് വിഷയങ്ങൾ. അതിൽപ്പെട്ട ഒന്ന് ഫഅമൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹൻ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹു. വലിയൊരു സംഭവമാണ് അല്ലാഹു അവിടെ പഠിപ്പിക്കുന്നത്. രണ്ട് അനാഥ ബാലന്മാരുടെ സ്വത്ത് മതിലിനടിയിലുണ്ട് എന്നതുകൊണ്ടാണ് പൊളിഞ്ഞു വീഴാറായ മതില് മൂസ അലൈഹി ഇസ്ലാമിനോട് ഖിദ്ർ അലൈഹി ഇസ്ലാം വിശദീകരിക്കാണ്. പൊളിഞ്ഞു വീഴാറായ മതിൽ ഞാൻ കെട്ടി നേരെയാക്കി കൊടുത്തത് രണ്ട് അനാഥ ബാലന്മാരുടെ ഖൻസ്, നിധി അതിന്റെ അടിയിലുണ്ട്. ആ കൻസിന് മുഫസ്സിറുകളൊക്കെ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് കൻസുൽ ഉലൂമാണ്, വിജ്ഞാനത്തിന്റെ ഏടുകളാണ് ആ മതിലിന്റെ അടിയിലുള്ളത്. എന്നിട്ട് അവരാരായിരുന്നു? കാന അബൂഹുമാ സ്വാലിഹ, അള്ളാഹു ആ മക്കൾ, ആ അനാഥരായ മക്കളുടെ ബാപ്പ നല്ല ആളാണ് എന്നതുകൊണ്ടാണ് അത് സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. എന്താണ് അവിടുത്തെ പാഠം? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹലാല് മാത്രം സമ്പാദിച്ച് മക്കളെ പോറ്റിയാൽ, നമ്മളെ അടിച്ചു പോയാലും മക്കൾ യതീമായി പോവില്ല, മക്കൾ കഷ്ടപ്പെടൂല, അള്ളാഹ് സംരക്ഷിക്കും. കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ ബാപ്പ നല്ല ആളായി എന്നതുകൊണ്ട് അള്ളാഹു അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയാണ്. രണ്ടാമതൊരു പോയിന്റ് അവിടെയുണ്ട്. ഇവിടെ കാന അബൂഹുമാ സ്വാലിഹക്ക് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു വിശദീകരണമുണ്ട്. അവിടെ അബൂഹുമാ അവരുടെ രണ്ടാളുടെയും ബാപ്പ എന്ന് പറഞ്ഞ നേരെ ബാപ്പയല്ല, പിന്നെ 7 തലമുറ മുമ്പുള്ള വല്യാപ്പയാണ്. സുബ്ഹാനല്ലാഹ്, 7 തലമുറ മുമ്പുള്ള വല്യുപ്പ ചെയ്ത നന്മയുടെ ഫലമാണ് ഇന്ന് ആ മക്കൾക്ക് അള്ളാന്റെ കാവല് കിട്ടാൻ കാരണം. ഞാനും നിങ്ങൾ ഇന്ന് നന്നായാൽ നമ്മുടെ മക്കൾ മാത്രമല്ല അതിന്റെ ഗുണഫലം ആസ്വദിക്കുക, 7 തലമുറകൾ കഴിഞ്ഞാലും ആ നന്മ നിലനിൽക്കും. ഇതിനെ നേരെ വിപരീതമുണ്ട്. തിന്മകൾ ചെയ്തു കൂട്ടിയാൽ, ഹറാമിലൂടെ സമ്പാദിച്ചാൽ നിഷ്കളങ്കരായ അടുത്ത തലമുറ കൂടി അതിന്റെ ദുരന്തം അനുഭവിക്കുക. നമ്മുടെ കൺമുമ്പിൽ എത്രയോ നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കാണും. ഹറാമിലൂടെ വെട്ടിപ്പിടിച്ചവർ ഓർക്ക് ഉപകാരപ്പെടലെന്ന് മാത്രമല്ല, നിഷ്കളങ്കരായ അവരുടെ മക്കൾ വരെ അതിന്റെ ദുരന്തം അനുഭവിക്കും. അതേപോലെ തന്നെ നന്മകൾ ചെയ്തു കൂട്ടിയാൽ ആ നന്മയുടെ പ്രതിഫലം നമുക്ക് ഖബറിലേക്ക് പോലും വന്നുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ വിട്ടേച്ചു പോകുന്ന നമ്മുടെ അനന്തരാവകാശികൾ, സന്തതി തലമുറകളെല്ലാം ആ നന്മയുടെ സൽഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തിന്മകൾ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും, അതാണല്ലോ സൗം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമ്മൾ നേടുകയാണ്. 10-25 ദിവസങ്ങൾ കൊണ്ട് ആ കരുത്ത് നമ്മൾ നേടിയെങ്കിൽ വരുന്ന ദിവസങ്ങളിലേക്കും അത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതിനാണ് ഈ നോമ്പിന്റെ വിജയം എന്ന് പറയുന്നത്.
ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി ആരാധനകൾ അനുഷ്ഠിച്ചാൽ, നേരത്തെ സുഹൈബ് റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ, ആ അഅറാബിയുടെ വിഷയത്തിൽ പറഞ്ഞ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറുത്ത കോപ്റ്റിക് അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്, സ്വർഗത്തിലൂടെ ബിലാൽ താങ്കൾ നടന്നു പോകുന്നതിന്റെ കാലടി ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. സമ്പത്ത് കൊണ്ടല്ല, ജനിച്ച കുലം പ്രധാനപ്പെട്ടതായിരുന്നത് കൊണ്ടല്ല, ഇഖ്ലാസുള്ള ഒരു ഹൃദയത്തിന് അള്ളാഹു നൽകുന്ന അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമാണ്. ഇതാണ് ഈ നോമ്പിലൂടെ എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കിട്ടുന്ന അവസരങ്ങളെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ഔദാര്യവാനായിരുന്നു അവസാനത്തെ 10 എന്ന് അവിടുത്തെ ജീവിതത്തെ ഒപ്പിയെടുത്ത ആയിഷ റളിയല്ലാഹു തആല അൻഹ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. സദഖകൾ വർദ്ധിപ്പിക്കുക, കൊടുത്തുവിട്ടാനുള്ള സകാത്തുകൾ കൊടുത്തുവിട്ടുക, അമൽ സ്വാലിഹാത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഖുർആൻ പാരായണത്തിന് വേണ്ടി പരമാവധി സമയം കണ്ടെത്തുക, അദ്കാറുകൾ, റഹ്മാനായ റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കരായി അടുത്ത് അള്ളാഹുവിന്റെ അംഗീകാരം നേടാൻ റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും നമുക്ക് തൗഫീഖ് നൽകി, ഈമാന് നൽകി, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ പരിശുദ്ധ റമദാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി നിന്റെ തൃപ്തി നേടി റയ്യാൻ കവാടത്തിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവിധ പരീക്ഷണങ്ങളെയും ഈമാനോടുകൂടി നേരിടാൻ ഞങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിലും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم أرنا الحق حقا وارزقنا اتباعه اللهم أرنا الباطل باطلا وارزقنا اجتنابه اللهم لا تدع ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها ويسرتها يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.